2026 കേരള അഡ്വക്കേറ്റ് ക്ലാർക്സ് ക്ഷേമനിധി ഭേദഗതി ബിൽ. നിയമവും വ്യവസായവും കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് 2026 കേരള അഡ്വക്കേറ്റ് ക്ലാർക്സ് ക്ഷേമനിധി ഭേദഗതി ബിൽ, 2026 കേരള അഭിഭാഷക ക്ഷേമനിധി ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കേണ്ടതാണ്. 2026 കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്ക് ക്ഷേമനിധി ഭേദഗതി ബിൽ, 2026 കേരള അഭിഭാഷക ക്ഷേമനിധി ഭേദഗതി ബിൽ എന്നിവ ഞാൻ അവതരിപ്പിക്കുന്നു. ബില്ലുകൾ അവതരിപ്പിച്ചിരിക്കുന്നു. നിയമവും വ്യവസായവും കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് 2026 കേരള അഡ്വക്കേറ്റ്സ് ക്ലാർക്ക് ക്ഷേമനിധി ഭേദഗതി ബിൽ, 2026 കേരള അഭിഭാഷക ക്ഷേമനിധി ഭേദഗതി ബിൽ എന്നിവ ആഭ്യന്തര കാര്യങ്ങളെ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 14 പരിഗണനയ്ക്കയക്കണം എന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. 2026 കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്ക് ക്ഷേമനിധി ഭേദഗതി ബിൽ, 2026 കേരള അഭിഭാഷക ക്ഷേമനിധി ഭേദഗതി ബിൽ എന്നിവ ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 14 പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ടോ? ഏറെക്കാലത്തെ ആവശ്യമാണ് സർ. അഭിഭാഷക മേഖലയിൽ ക്ഷേമ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം, അതേപോലെ തന്നെ അഭിഭാഷക ക്ലർക്കുമാരുടെ ക്ഷേമനിധിയെ സംബന്ധിച്ചും ദീർഘകാലമായിട്ടുള്ള അവരുടെ ആവശ്യമാണ്. അതിനകത്ത് ഇപ്പോൾ നിലവിലുള്ള ക്ലർക്കുമാരുടെ സ്റ്റാമ്പിൻ്റെ മൂല്യം അത് 12 രൂപയിലും 20 രൂപയായി വർദ്ധിപ്പിക്കുന്നുണ്ട്. അവരുടെ ആനുകൂല്യങ്ങൾക്കകത്ത് 50 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് ഇതിനകത്ത് അധികരിച്ചവർക്ക് അംഗത്വം ഉണ്ടാകാൻ അവകാശമില്ലാതെ വരുന്നു. എന്നാൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ബില്ലാണ് സാർ അവതരിപ്പിക്കുന്നത്. ഏറെക്കാലത്ത് കേരള അഡ്വക്കേറ്റ് ക്ലർക്ക്മാരുടെ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ളതാണ്. അതേപോലെ തന്നെ അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് അവരുടെ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കി ഉയർത്തുന്ന ഒരു ബില്ലാണ് സാർ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ഈ ഇത്തരം ബില്ലുകൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷം കൂടി ഇല്ലാതിരിക്കുന്നു എന്നുള്ളത് നാം കാണണം. കാരണം ക്ഷേമം അഭിഭാഷകർക്കായാലും അഭിഭാഷകരുടെ ക്ലർക്കുമാർക്കായാലും നൽകുന്നത് സംബന്ധിച്ച് യാതൊരു താല്പര്യവും പ്രതിപക്ഷത്തിനില്ല എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. എന്നാൽ അവരെല്ലാം പലരും പേരിനോടൊപ്പം ഇപ്പോഴും അഡ്വക്കേറ്റ് എന്നത് ചേർത്ത് വയ്ക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ക്ഷേമത്തിൻ്റെ കാര്യത്തിൽ പോലും താല്പര്യമില്ലാത്തവരായി പ്രതിപക്ഷം മാറിയിരിക്കുന്നു. കേരളത്തിലെ മുഴുവൻ അഭിഭാഷകരുടെയും അഭിഭാഷക ക്ലർക്കുമാരുടെയും താല്പര്യങ്ങളാകെ സംരക്ഷിക്കുന്ന ബില്ലാണ് ഈ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ചർച്ചയില്ല. ഇനി 2026 കേരള അഡ്വക്കേറ്റ് ക്ലാർക്ക് ക്ഷേമനിധി ഭേദഗതി ബിൽ, 2026 കേരള അഭിഭാഷക ക്ഷേമനിധി ഭേദഗതി ബിൽ എന്നിവ ആഭ്യന്തര കാര്യങ്ങളെ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 14 പരിഗണനയ്ക്ക് അയക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റി 14 പരിഗണനയ്ക്ക് അയക്കുന്നു.